ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മളൊരു പുതിയ വീട് പണിയുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന നമ്മുടെ കോൺക്രീറ്റിലാണെങ്കിലും അതിൻ്റെ അകത്ത് വരുന്ന ലൈറ്റ്സുകൾ എത്ര എണ്ണം കൊടുക്കണം, എവിടെയൊക്കെ കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കണം എവിടെയൊക്കെ നമ്മൾ ആദ്യമേ കൊടുക്കണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ പണിത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ ഒരു ലൈറ്റ് വേണമായിരുന്നു എന്ന് തീരുമാനിച്ചിട്ട് പിന്നീട് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നാൽ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. ഇത് നമ്മൾ നോക്കിയത് തന്നെ അവിടെ ഒരു കണ്ടംപററി സ്റ്റൈൽ വീടാണ്, പുതിയ മോഡൽ സ്റ്റൈൽ വീടാണ്. ഇത് വേറെ ഒന്നുമല്ല, റീസ്റ്റോർ ചെയ്തെടുത്ത വീടാണ്. അതിനെക്കുറിച്ച് അറിയുന്ന താല്പര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്കൊരു കുറച്ചൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കണ്ടോ, ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ ഷോ വാളാണ് കാണുന്നത്. ആ വാളിൻ്റെ ഏറ്റവും മുകളിലായിട്ട് 4 LED ബോക്സുകളുടെ ലൈറ്റുകൾ വൈറ്റ് കളറിൽ നിങ്ങൾ കാണുന്നത് കണ്ടോ. അതായത് കോൺക്രീറ്റിലിടുന്ന ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. കോൺക്രീറ്റിലിടുന്ന ബോക്സുകൾ നമ്മൾ 4 എണ്ണം കൊടുത്തിരിക്കുന്നു. അങ്ങേ അറ്റത്തും ഇങ്ങേ അറ്റത്തും കൊടുത്തതിന് ശേഷം പിന്നെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 കൂടി കൊടുത്തു. അങ്ങനെ ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ നമ്മൾ കൺസീൽഡ് ചെയ്യുന്ന ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്കൊരു 6 വാട്ട് അല്ലെങ്കിൽ 3 വാട്ട് കൊടുക്കാം. ഇനി അടുത്ത സെക്ഷനിൽ വരുന്ന അതായത് നമുക്ക് അടുത്ത സെക്ഷനിൽ വരുന്ന നോക്കി അറിയാൻ പറ്റും കണ്ടോ, അതിൽ വന്നിരിക്കുന്ന ലൈറ്റ്സുകളാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു പർഹോള സിസ്റ്റം ഉണ്ട്. അതിലും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വൈറ്റ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് അതിൽ തന്നെ സെക്ഷനിൽ വരുന്ന തൊട്ടിപ്പുറത്തെ സെക്ഷൻ നോക്കുക. തൊട്ടിപ്പുറത്തെ സെക്ഷൻ പിന്നിന് ഇപ്പുറത്തെ സെക്ഷൻ സെൻഷേഡാണ് വന്നിരിക്കുന്നത്. ആ സെൻഷേഡ് തന്നെ പുറത്തേക്ക് കൊടുത്ത പിന്ന് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 അറ്റത്തും ഒരു സെൻറ്ററിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതുപോലെ തന്നെ ഓവറായിട്ടല്ല കൊടുത്തിരിക്കുന്നത്, അതായത് ആ ലെങ്ത്ത് അനുസരിച്ചിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് താഴെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതുപോലെ തന്നെ ആ ജനലിൻ്റെ സെൻറ്ററിലായിട്ട് ഒരെണ്ണം കൊടുത്തു, ഇങ്ങേ സൈഡിൽ ഒരെണ്ണം കൊടുത്തു. ഈ കോർണറിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പിന്ന് കാര്യങ്ങൾ വരുന്നുണ്ട്, അവിടെ വേണ്ട. ജനലിൻ്റെ സെൻറ്റർ ഒരെണ്ണം കൊടുത്തു, ആ കോർണറിൽ ഒരെണ്ണം കൊടുത്തു. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിന്നിലാണ് വരുന്നത്. പിന്നിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു LED ബോക്സ് ഒരെണ്ണം കൂടി കൊടുത്തു. അവിടെ നമ്മൾ ഇതുപോലെ തന്നെ LED ബോക്സ് ഏറ്റവും ടോപ്പിൽ നമ്മൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി ഫ്രണ്ട് ഏരിയ ആണ് ഈ കാണുന്നത്. ഈ ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലൈറ്റ്സ് കൊടുത്താൽ ഭയങ്കര വൃത്തികേടായിരിക്കും. ഏറ്റവും ഇവിടെ ചെയ്തിരിക്കുന്നത് അങ്ങേ അറ്റത്തും ഇങ്ങേ അറ്റത്തും കൊടുത്തതിന് ശേഷം സെൻറ്ററിലായിട്ട് നമ്മളത് ഈക്വൽ ചെയ്ത് വീണ്ടും ലൈറ്റ് കൊടുത്തു. അതായത് അങ്ങേ അറ്റത്ത് നിന്ന് ഒരു 2 അടി അല്ലെങ്കിൽ 3 അടി മാറ്റിയിട്ടു, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് 2 അടി 3 അടി മാറ്റിയിട്ടതിന് ശേഷം ബാക്കി വരുന്ന സെക്ഷനിൽ സെൻറ്ററിൽ ചെയ്തിട്ട് ഒരു ലൈറ്റ് കൂടി കൊടുത്തു. അങ്ങനെ ടോപ്പ് 3 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, കൺസീൽഡ് ചെയ്ത ബോക്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, കോൺക്രീറ്റിൽ വരുന്നത് കൺസീൽഡ് ചെയ്യുന്ന ബോക്സ് കൊടുത്തിരിക്കുന്നത് 3 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൺസീൽഡ് ബോക്സ് ഏതാണ് യൂസ് ചെയ്യുന്നതിൻ്റെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി നോക്കാവുന്നതാണ്. പല ടൈപ്പ് ബോക്സുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഹൈ ക്വാളിറ്റി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പൊട്ടിപ്പോയി അതിൻ്റെ അകത്ത് കളിയും കാര്യങ്ങളും അല്ലെങ്കിൽ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഏതാ വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന് കൊടുത്തിരിക്കുന്നത് 6 വാട്ട് അല്ലെങ്കിൽ 3 വാട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് വാട്ട്സിലേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 6 വാട്ട് തന്നെ മാക്സിമം ആണ് ആ ലെവലിൽ വരുന്നത്. 3 വാട്ട് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ എന്ന് പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഷോ ലെവലിൽ വേണം ലൈറ്റ് കിട്ടാനായിട്ട്. നമുക്ക് ആ ലൈറ്റിലേക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഹൈ ബ്രൈറ്റ്നസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി, വീടിൻ്റേതായ ഒരു ഭംഗി നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു 3 വാട്ട് ഏറ്റവും ടോപ്പുകളിൽ കൊടുക്കുക. ഏറ്റവും താഴെ വേണമെങ്കിൽ, ഏറ്റവും താഴത്തെ സിറ്റ് ഔട്ടിൽ വേണമെങ്കിൽ നമുക്ക് ആ 3 എണ്ണം വേണമെങ്കിൽ ഒരു 6 വാട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം ഫ്രണ്ട് ഏരിയയിൽ നല്ലൊരു വെളിച്ചം കിട്ടും. ബാക്കിയെല്ലാം 3 വാട്ട്സ് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുമാത്രമല്ല 3 വാട്ട്സ് കൊടുക്കുന്ന സമയത്ത് ഓവറായിട്ട് നമുക്ക് ആ ബോക്സ് കുത്തിക്കളയേണ്ട കാര്യം വരുന്നില്ല. നമുക്ക് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ കൊടുക്കേണ്ട സീലിങ്ങിൽ ഇടുന്ന ബോക്സുകൾ, അതായത് വാർക്കയിലിടുന്ന ബോക്സ് ഏതൊക്കെ ലൈറ്റ്സുകൾ എവിടെ കൊടുക്കണമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഏതൊക്കെ ലൈറ്റ്സുകളാണ് കൊടുക്കണമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ആളുകൾ കൂടുതലും എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, എന്നാൽ എനിക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്തേക്കുക ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall.